നമ്മൾ ഇവിടെ അടുത്തൊരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം വെള്ളപ്പൊക്കം വരുന്ന ടൈമിൽ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ റോഡ്, നല്ലൊരു വീടാണ്, വെള്ളപ്പൊക്കം ഒന്നും വരാത്തൊരു ഏരിയ ആണ്. ഒരു വട്ടം അമ്മ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നടാ. അന്ന് നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിന്നറിയാവോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങ് വരെ കൊണ്ടുപോകണം. എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കറൻലി ഇപ്പം നമ്മളുള്ളത് മാവേലിക്കര വീട്ടിലാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ സംഭവം പറയുന്നതിന് മുൻപ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് അപ്പു സർപ്രൈസ് ചെയ്തൊരു കുഞ്ഞാണ് ഇത്, ഞങ്ങളുടെ ബെല്ലവോള്. ഇവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് ചെയ്തപ്പോൾ ഇവന് തിരിച്ച് എന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവൻ നമ്മുടെ തൃശ്ശൂർ വീട്ടിൽ നിന്ന് ആലുവ വരെയല്ലേ നീ പോയെ, ആലുവ വരെ പോയിട്ട് ഒരു ദിവസം രാവിലെ പോയിട്ട് എനിക്ക് രാത്രി ആയപ്പം കൊണ്ടു തന്നൊരു കുഞ്ഞാണിത്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇവിടെ താഴെ വെക്കാതെ, ഇവിടെ ഗൈസും താഴെ വെക്കട്ടെ, ഇവിടെ ഞെരുങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇവിടെ വേണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മള് സമ്മതിക്കുന്നില്ലായിരുന്നു. അമ്മയ്ക്ക് തായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകും. അപ്പോൾ ഇവള് കുഞ്ഞായതുകൊണ്ട് ഇവളെ അങ്ങനെ പ്രോപ്പറായിട്ട് ചിലപ്പം നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഞാനും അപ്പു ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ഫുൾ ടൈം അവളുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മള് ഇവള് ട്രെയിനില് നമ്മുടെ മാവേലിക്കര വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മയ്ക്ക് അവളെ മതി. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാരും അച്ഛൻ നമ്മുടെ കുഞ്ഞാവെ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. എല്ലാവരും അമ്മയെ വഴക്ക് പറയണം. എന്താണെന്നറിയാമോ, ഈ അമ്മയെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ തൃശ്ശൂർ പോയത്. പക്ഷെ ഈ അമ്മ ഗുളിക കഴിച്ചില്ല ഗൈസ്. നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഗുളിക കഴിക്കാതിരുന്നിട്ട് ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറയാം അമ്മയ്ക്ക് വയ്യെന്ന്. അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇങ്ങനെ തൂങ്ങിയിരിപ്പുണ്ടല്ലേ എലിക്കുഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെ. മരുന്ന് കഴിക്കായിരുന്നു. നിങ്ങൾ കണ്ടല്ലേ ഗൈസ്, കഴിഞ്ഞ അങ്ങേ വർഷം ഈ അമ്മയ്ക്ക് വയ്യാതെ വന്ന് ഞാൻ ഒന്നും പറയുന്നില്ല, സാറമേടങ്ങുന്നല്ല ചോരില് കൊണ്ടുവരണം. അപ്പോ മരുന്ന് കഴിക്കായിരുന്നു, പിന്നെ വയ്യാതായി. മരുന്ന് കഴിക്കത്തില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ വയ്യാതെ വരുമെന്നും പറഞ്ഞിട്ട് അമ്മ മരുന്നൊക്കെ മുടക്കും. അങ്ങനെ ഞാൻ വന്ന് ഡപ്പ നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് മരുന്നുകൾ ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ECG എടുത്തു. പിന്നെ ECG മാത്രമല്ല എടുത്തുള്ളൂ, ECG പിന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്തു. അങ്ങനെ കുറെ എന്തൊക്കെയോ ചെക്ക് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി. അങ്ങനെ തൈറോയ്ഡ് ഒന്നും ഇല്ല. പക്ഷെ അമ്മ പിന്നെയും പഴയതുപോലെ സീറോയിലേക്ക് പോകുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ ഞാൻ തന്നെ കൂടെ വേണം ഗൈസ്. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അമ്മ മരുന്ന് കഴിക്കത്തില്ല. വഴക്ക് പറ ഗൈസ്, നിൽക്കുന്നുണ്ടോ? അങ്ങനെ അവസാനം നമ്മൾ എല്ലാവരും കൂടെ ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനിയും കുറേ നാളത്തേക്ക് മാവേലിക്കരയിലായിരിക്കും. എന്തോന്നറിയാമോ, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം മാത്രമേ തൃശ്ശൂര് നിന്നിട്ടുള്ളൂ. ഈ അടുപ്പിച്ചൊരു 1 month അവിടെ പോയി നിന്ന ടൈമിലാണ് അമ്മയ്ക്ക് ഇവിടെ വയ്യാതാവുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. ഇങ്ങനെയൊക്കെ ചിരിക്കുന്നോ ഗൈസ്? നോക്ക് ഗൈസ്, ചിരിക്കുന്നത്. അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കടന്നാ മതി ഗൈസ്. എന്നിട്ട് നമ്മളാണ് അത് കണ്ട് ടെൻഷനും അടിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ഓടി നടന്ന പാട് എനിക്കറിയാം. ഞാൻ എന്തോരം പക്ഷെ ടെൻഷനാവും, നല്ല ടെൻഷനാവും. ഈ അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല, അമ്മ ഒറ്റ കിടപ്പാവും. പിന്നെ ആഹാരം കഴിക്കത്തില്ല. പിന്നെ പറയും എന്നുവെച്ചാൽ ഇപ്പൊ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു, അത് ഇറങ്ങത്തില്ല എന്ന് പറയുക, ഒന്നും കഴിക്കത്തില്ല. എന്നിട്ട് നോക്ക്, ഇപ്പൊ ഒന്ന് സെറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെയും കൊണ്ടേ കളഞ്ഞ്. അപ്പോൾ അവസാനം നമ്മൾ ഒരു ഡിസിഷനിലെത്തി ഗൈസിന് കുറെ നാളത്തേക്ക് നമ്മൾ മാവേലിക്കരയിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു വീട്ടിലായിരിക്കത്തില്ല നിൽക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഡിസിഷൻ അതാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവിടെ ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെള്ളപ്പൊക്കമായിരിക്കും. ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം കുറേ മണ്ണിട്ട് പൊക്കി ഒരു സെറ്റാക്കി എടുത്തു. പക്ഷെ പിന്നെ വെള്ളപ്പൊക്കം വരും. എന്ന് വെച്ചാൽ വേറെ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രശ്നമല്ല, തൊട്ടപ്പുറത്ത് കണ്ടമാണ്. പിന്നെ വെച്ചാൽ നമുക്ക് വഴിയാണെങ്കിലും കുറച്ച് വഴിയേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഡോക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ വഴി നികത്താൻ വേണ്ടിയിട്ട് ഗ്രാവലൊക്കെ കൊണ്ടിട്ടു. പക്ഷെ അതങ്ങ് സ്റ്റേ ആയി. എന്ത് ചെയ്യാനാ ഗൈസ്, ഇവിടെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ബഹളമായി. അതിന്റെ ഇടയ്ക്ക് കിടന്ന് നമ്മളാണ് ഗൈസ് അനുഭവിക്കുന്നത്. സംഭവം ഇപ്പം എന്തോ നടക്കുന്നേ, എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയും എന്ന് വെച്ചാൽ ഈ പാർട്ടി വൈസ്ഡ് കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിലൊന്നുമില്ല ഗൈസ്. ബട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുന്നതും സ്റ്റേ ചെയ്യുന്നതും ഒക്കെ കാരണം നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. കാരണം
അവിടെ ഒരുപാട് ഗ്രാവൽ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഗൈസ്, ഈ വഴി ഒന്ന് നികത്താൻ വേണ്ടിട്ട്. ഓൾറെഡി നമ്മൾ കുറെ നികത്തിയതാണ്, പക്ഷെ അതോടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോകും. അപ്പം ആ കണ്ടത്തിൽ നിന്നുള്ള വെള്ളം അധികം നമ്മുടെ വീട്ടിലോട്ട് എത്തത്തില്ല. പക്ഷേ എങ്കില് ഓരോരുത്തർ വന്ന അടിബഹളമൊക്കെ ആയിട്ട് അവരെന്തോ പ്രശ്നമാക്കി അവസാനം അത് സ്റ്റേ ആയി. അങ്ങനെ വഴി ഇപ്പോഴെങ്ങനെ സെറ്റ് ആവുന്ന എനിക്കറിയാൻ വയ്യ. എന്ന് വെച്ചാൽ പിന്നെ ഇനിയും ഒരു 2 മാസം കഴിയുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം മഴ പെയ്തൊരു ടൈമിൽ അമ്മയ്ക്ക് വയ്യാതെ വന്നിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വണ്ടി വെക്കാൻ പറ്റത്തില്ല, സൈലൻസറിനകത്ത് വെള്ളം കയറിയിട്ട് ഭയങ്കര പ്രശ്നമായി. ഒരു തവണ നമ്മളിവിടെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ ഓരോ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ടൈമിൽ നമ്മുടെ ഈ സ്റ്റെപ്പിന്റെ ഈ അറ്റം വരെ എന്ന് വെച്ചാൽ ഈ കട്ടളപ്പടിയില്ല അവിടെ വരെ വെള്ളം വന്നു. ഞാൻ ടെൻഷൻ അടിച്ചതിന് കൈ നടക്കില്ല. വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ മാത്രല്ല ഈ ഇതുണ്ടല്ലോ പൊളവൻ, പക്ഷെ നമുക്ക് പേടിച്ചെന്ന് വെച്ചാൽ എന്റെ തൊട വരെ വെള്ളം ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വരും. പിന്നെ നീ കണ്ടിട്ടില്ലല്ലോ അട്ട, അങ്ങനെ പിന്നെ നമ്മൾ ഹൈജീൻ നല്ലതായിട്ടെന്ന് വെച്ചാൽ ഞാൻ കുറെ ആ ടൈമിൽ ഞാൻ ഇവിടെ കുറെ ഡെറ്റോള് വാങ്ങിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. അതുപോലെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയും വെള്ളം കയറും. അപ്പൊ എന്റെ തൊട വരെ വെള്ളം കയറൂടാ. എന്നിട്ട് ഈ അമ്മ, ഈ വയ്യാത്ത അമ്മ മീൻ വാങ്ങിക്കണം, പാല് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കൂടെ നടന്ന് അങ്ങ് പോകും. എന്നുവെച്ചാ ഇവിടെ മറ്റേ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട് ഇത്രയും വലിയ ഇലിയില്ലേ, അതിനെന്തോ തൊരപ്പനോ. അപ്പൊ ഇതിന്റെ മൂത്രമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ എലിപ്പനി അങ്ങനെ കുറെ. എന്ന് വെച്ചാൽ എനിക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ കുറവാ, അമ്മയ്ക്കാണെങ്കിലും കുറവാ. അപ്പൊ എന്തെങ്കിലും എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാല് അസുഖം വരാൻ പ്രശ്നമാവും. അപ്പൊ അവസാനം നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ അടുത്തൊരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ അത് പറഞ്ഞതും അല്ല, ഒരാളെ ഞാൻ പറഞ്ഞില്ലേ വയ്യാതായിരുന്നതോ, കാണിച്ചു കൊടുക്കടാ, എനിക്ക് വയ്യാതും പറഞ്ഞതോ, പോയിരിക്കും നോക്ക്. കണ്ടാ അമ്മയ്ക്ക് ഇത്രയും വയ്യാങ്കിൽ പൊക്ക് അമ്മയ്ക്ക് മരുന്ന് കഴിക്കാതിരിക്കാമോ ഗൈസ്? കണ്ടാ, ഇതൊക്കെ ഞാൻ വഴക്ക് പറയണേ, ഞാൻ എന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഭദ്രകാളി ആവേണ്ടി. അപ്പൊ ഗൈസ് നമ്മള് ഒരു വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം നമ്മുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അത്. കാരണം പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം വരുന്ന ടൈമിൽ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അനുഭവിക്കുന്നവർക്കറിയാം. അത് മാത്രമല്ല, അമ്മയ്ക്ക് പെട്ടെന്നൊരു അസുഖം വരണമെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ അമ്മ എടുത്തോണ്ട് പോകേണ്ടി വരും. ഒരു വട്ടം അമ്മ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നടാ. അന്ന് നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിന്നറിയാവോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങ് വരെ കൊണ്ടുപോകണം. സംഭവം ചെറിയ വഴിയാണ്, പക്ഷെ നമ്മൾ ആ ചെറിയ ടൈമിന് എത്രത്തോളം ഒരു വില ഉണ്ടെന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കി ഗൈസ്. അങ്ങനെ അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന വീടെന്ന് വെച്ചാൽ അത്യാവശ്യം തൊട്ടടുത്ത് തന്നെ റോഡ്, നല്ലൊരു വീടാണ്, വെള്ളപ്പൊക്കം ഒന്നും വരാത്തൊരു ഏരിയ ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ നമ്മൾ ഇന്ന് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ 2 അമ്മമാരും പപ്പയും എല്ലാവരും ഹാപ്പിയാണ്. വാവ ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കും അവിടുത്തെ ഒരു റൂം അവന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇവിടെ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം കുറേ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നതും എല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വാ, കമോൺ ഗൈസ്. കുന്നുകൂടി ഇരിക്കുകയാണേ. ഇത് കണ്ടോ, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റൂം മൊത്തം ഫുള്ള് കവറായി, വെക്കാൻ സ്ഥലമില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാർഡ്രോബ് മൊത്തം നിറഞ്ഞിരിക്കുക. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വാർഡ്രോബ് അതും ഫുള്ള് നിറഞ്ഞിരിക്കുക. പിന്നെ ഏറ്റവും ഇപ്പം ഇതൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അവന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്, ഇപ്പം എനിക്കാണെങ്കിലും. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയപ്പം നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. പിന്നാണെങ്കിൽ ഞങ്ങളൊന്ന് വാഗമൺ പോയായിരുന്നു ഗൈസ്. അവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നു. ആ ചെടികളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അച്ഛൻ എന്തോടാ ചോദിച്ചേ, ഇതൊക്കെ വെള്ളത്തിൽ കളയാൻ പോവാണോ എന്നൊക്കെ. എന്നുവെച്ചാൽ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന ടൈമിൽ കുറേ ചെടികൾ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അതൊക്കെ വെള്ളപ്പൊക്കം വന്ന ടൈമിൽ എല്ലാം പോയി. ഈ ചെമ്പരത്തിയൊക്കെ ഇല്ല, ഞാൻ അവിടുന്ന് കമ്പ് കൊണ്ടൊന്ന് വെച്ചത് മരം പോലെയൊക്കെ ആയിരുന്നു. അതുവരെ പോവാണെങ്കിലേ ഇപ്പൊ ഈ വഴി കാണുന്ന എല്ലാ ചെടികൾക്ക് വേണം, അതെല്ലാം പോയി
നമ്മുടെ ചെടി കാണിച്ചു കൊടുക്കാലോ ഗൈസ്. ചെടി കാണിച്ചു കൊടുത്തിട്ട് നമുക്കിനി അല്ല ചെടി കാണിച്ചെന്നുകൊണ്ട് ബാക്കി പറയാം ഗൈസ്. കമോണ്ടറാ. ഇതൊക്കെയാണ് ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന വെറൈറ്റി ചെടികൾ. ഇനി ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാ. അവിടെ ഞാൻ ഒരു പൂങ്കാവനമാക്കും ഗൈസ്. അത് അവിടെ ഉണ്ട്. അതെ നമ്മൾ അമ്മ അവിടെ നിൽക്കി നോക്കുന്നുണ്ടോ? മമ്മ മദറേ. ഞാൻ പണ്ട് അമ്മേനെ വിളിക്കുന്ന ഓർമ്മയുണ്ടോ ഗൈസ്? മമ്മിയാന്ന് വിളിക്കും. അപ്പോൾ ഗൈസ് സമയം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിനി ആ വീട്ടിൽ പോയിട്ട് കുറേ ക്ലീനിങ് പ്രോസസ് ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ ഇനി നെക്സ്റ്റ് വീഡിയോ ആ ഒരു വീട് കാണിച്ചു തരാം. അതെ അതെ അതെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അമ്മ ബൈ പറ. ബൈ.